ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കുറച്ച് മുളക് പറിക്കാനുണ്ട്. ആ മുളക് പച്ച മുളകായത് ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് മുറിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് എനിക്ക് സാധാരണ നമ്മൾ കാലം കൊണ്ടാണ് ചവിട്ടി മുറിക്കുക. അതിപ്പോൾ എനിക്ക് കാലോട് ചവിട്ടാൻ കഴിയാതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് നല്ല പഴുത്ത മുളകാണ്. നല്ല മുളകാണ് കേട്ടോ. അസ്സൽ പഴുത്ത് നല്ല ഇത് വന്നിട്ടുണ്ട്. വേണ്ട നല്ലോണം പഴുത്തതായി വേണ്ട പഴുത്തതായി. അതുകൊണ്ട് ഇത് ഞാൻ മുറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് എൻ്റെ പിന്നെ വിളവായത്. ഇത് മുത്താണ്, കറുത്ത മുത്താണ്. ഇത് ഇപ്പം ഇതിന് പൊന്നും വിലയാണ്, പൊന്നാക്കാട്ടിയും വിലയാണ് ഇത് സ്വർണ്ണ ഈ കറുത്ത മുത്തിന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം. കുറച്ചും കൂടി ഇനി ഞാനിപ്പം അടുത്ത കൊല്ലം കുറച്ച് കുരുമുളക് വള്ളി തൈയാക്കിയിട്ട് ഞാൻ കുറേ നടാൻ വേണ്ടിയിട്ടുള്ള വളപ്പിലെല്ലാം തേച്ചും നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇനിയിപ്പം വേറൊന്നും കയ്യിലെങ്കിൽ നമ്മളെ വീട്ടിലെല്ലാം ഞാൻ തന്നെ എല്ലാം ചെയ്യും. കുറച്ച് തയ്യാക്കി വെച്ചിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം കുറച്ച് തയ്യാക്കി വെച്ചിട്ട് മഴ പെയ്യുമ്പം കുറച്ച് പറമ്പത്തെല്ലാം നടാൻ. എനിക്ക് വെള്ളം അടിക്കാൻ അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് ഇതിപ്പം കുറച്ചിങ്ങനെ നടാനാക്കാനുള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെയാണ് ഞാൻ മുറിക്കല്. എനിക്ക് കാലുകൊണ്ട് മുറിച്ചുകൂടാ. മറ്റു കാലോണ്ട് ചവിട്ടി മുറിച്ചാൽ വേഗമാവും. ഇതിപ്പോൾ കൈ കൊണ്ട് മാത്രമേ ആവൂള്ളൂ എനിക്ക്. ഇത് വേണ്ട, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഈ കൃഷിയിൽ നിന്ന് നമ്മൾ വിളവെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യം. ഇനിയിപ്പോൾ ഉണ്ട്, മുകളിലെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ പരിക്കാനുണ്ട്. മുകളിലൊന്നും പരിക്കാൻ ആളില്ല, വലിയ മരമാണ്. അതിൻ്റെ മേലെയുള്ളതാണ്. അത് പറിച്ചെടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനിയും ഉണ്ട്, പക്ഷേ ഇനി പരിക്കാനൊന്നും കഴിയില്ല. ഇത് വീണിട്ട് പൊറുക്കിയിട്ടെടുക്കുക, അഥവാ വീണിട്ടുണ്ടെങ്കിൽ അന്നേരം പൊറുക്കിയെടുക്കാം. ഇതിപ്പോൾ പൊറുക്കിയെടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാൻ നേരിച്ചിട്ടാണ് ഈ മുളക്. കണ്ടില്ലേ, നല്ല ചുവന്ന മുളകാണ്. കണ്ടാ, ഇതാ പഴുത്ത മുളക് കണ്ട. ഇത് കണ്ടില്ലേ. എല്ലാവരും പിന്നെ ഇത് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമെന്നറിയാം. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന എല്ലാ ഓരോ പ്രവൃത്തികളും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടും അതാണ് ഇങ്ങനെ ചെയ്യും. കണ്ടാ ഇത് മുളക് വന്നിട്ടുണ്ട. കണ്ടാ, ഇനിയിപ്പോൾ അതും തിരുമ്പണം. ഇങ്ങനെയാണ് തിരുമ്പുക. ഇങ്ങനെയാണ് മുളക് നമ്മൾ ഉതിർത്തിട്ട് ആക്കുക. കണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ നല്ലോണം ഇങ്ങനെ തിരുമ്പും. അയ്യോ, നമ്മൾ ഈ ചവിട്ടുന്നതാണെങ്കിൽ രണ്ട് കാലോണ്ടും കൂടി ചവിട്ടി വെച്ചാൽ വേഗമാവും. അത് പിന്നെ ആരും പണിയൊന്നുമില്ല, വേഗം കഴിയും. ഇതും പണിയൊന്നുമില്ല. ഇതിങ്ങനെ ഞാൻ കുറച്ച് നമ്മളിങ്ങനെ കാലുണ്ടാകുന്നത് ഇങ്ങനെ തിരുമ്പുന്നു മാത്രം. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി ഉതിർത്തും പോലെ. ഈ പൊള്ളെല്ലാം പൊറുക്കി കഴിഞ്ഞാൽ എന്താ വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വീട് ഉണങ്ങി പാടിപ്പോയ പൊള്ളെല്ലാം പൊറുക്കി കൊണ്ടിട്ട് നമ്മൾ കൈകൊണ്ടാണ് ആക്കുക. കൈമേലിങ്ങനെ ഓരോന്നായി എടുത്തിട്ട് ആക്കാൻ കഴിയും. ഇതിപ്പം അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. പച്ചയായതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇട്ടത് അതങ്ങോട്ട് അങ്ങ് നിന്നു. ഇനിയിപ്പം നല്ല ഇതാവുള്ളത് കണ്ടില്ലേ. എന്താ ഇപ്പോൾ പിന്നെ ഒരു കിലോ അല്ല, ഇതിപ്പോൾ ഉണങ്ങിയാൽ നമുക്കിതൊരു 1.5 കിലോ മുളക് ഉണ്ടാവും. അതിപ്പോൾ ചെറിയ കാര്യമില്ല, 1000 റുപ്യേൻ്റെ മുളക് കിട്ടും. ഇതിപ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും വല്ലാണ്ട് തന്നെയൊക്കെ മുറ്റത്ത് കിട്ടുന്നൊരു സാധനമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ പിന്നെ ഈ കാണുമ്പോൾ നമുക്കത്ര സന്തോഷമൊന്നും തരാം. 10 പൈസയായാലും മതിയായി നമ്മളെ വളപ്പിലുള്ള അനുഭവങ്ങൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ ആ റബ്ബർ വെച്ചത് കൊണ്ടാണില്ല. എൻ്റെ വളപ്പ് നിറച്ച് കുരുമുളകായിരുന്നു. ഒരുപാട് കുരുമുളകുണ്ട് എൻ്റെ വളപ്പ്. തേച്ചു ഞാൻ മുളകെല്ലാം മുറിച്ച് കളഞ്ഞിട്ടാണ്. അന്നേരം റബ്ബറിന് ഭയങ്കര ചാട്ടാണ് എല്ലാവർക്കും. എല്ലാ സ്ഥലത്തും റബ്ബറാണ്, 4 പുറവും തേച്ച് റബ്ബറാണ്. പിന്നെ നമ്മളെ വളപ്പിലേക്ക് തേച്ചും റബ്ബറിൻ്റെ കൊമ്പ് വന്ന് ചാഞ്ഞിട്ട് മുളകൊന്നും ബാക്കിയാകുന്നില്ല, മുളകൊന്നും കിട്ടുന്നില്ല. ചോല ഉണ്ടായാലും കുരുമുളക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിത് പിന്നെ കുരുമുളക് കളഞ്ഞിട്ട് ഞാനും എല്ലാവരും വെക്കുമ്പോൾ തന്നെ റബ്ബർ വെച്ചത്. ഇപ്പം നമ്മൾ അപ്പുറമുള്ളവരെല്ലാം റബ്ബർ മുറിച്ചു. ഇപ്പം എല്ലാവരും റബ്ബർ ഒഴിവാക്കി. ഇപ്പം നമ്മളതും കൂടി ഒരു 2-3 കൊല്ലം എടുത്തിട്ടാകുമ്പോൾ നമ്മളും മുറിക്കും. ആ സമയത്ത് നല്ല വൃത്തിയായിട്ട് വെക്കാൻ കഴിയും. നല്ല എന്താ
ഉണ്ടല്ലേ ഇതാ ഇങ്ങനെയാണ് എൻ്റെ മുളക് മുറിക്കൽ ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെ വെച്ചാൽ ചവിട്ടി മുറിക്കുക. ഇത് എൻ്റെ മുളക് മുടിയാണ്. എന്താ എനിക്ക് നിങ്ങൾ പരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ മുറിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ആക്കി എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത് അതാണ്. അന്ന് ഞാൻ പരിക്കുന്നത് കാണിച്ചു തന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം പരിക്കുന്നത്, കൊക്കയോട് പരിക്കുന്നതും മിരട്ട് വഴി പരിക്കുന്നതും എല്ലാം നിങ്ങളെ കാണിച്ചു തന്നി. ഇതിപ്പം ഞാൻ പറിച്ചത് കാണിച്ചിട്ടില്ല. ഇത് പിന്നെ മുറിക്കുന്നതാണ് കാണിച്ചത്. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു കങ്ങിനെങ്കിലും അടക്കിയാവുള്ളൂ. നമ്മൾ വളപ്പിൽ കയറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മളൊരു ഒരു നേരത്തെ ഒരു ആഹാരത്തിൻ്റെ വളപ്പിൽ നമുക്ക് പിരിവുണ്ടാവും. ഒന്നുമില്ല ഒരു അടക്കയായാലും ഒരു തേങ്ങയായാലും പറമ്പത്ത് നമുക്ക് കിട്ടുമെന്ന് പറയുമ്പം അത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ തേങ്ങ പറിച്ചിട്ട് ഉണ്ട്, തേങ്ങ പൊട്ടി കൂട്ടിയില്ലാതെ ഇവിടെ ഉണ്ടത്രേ. ഇതെല്ലാം നമ്മൾ ഈ വളപ്പിൽ നിന്ന് കിട്ടുന്ന പിരിവ് തന്നെയാണ്. പിന്നെ വെള്ളമടിക്കലും എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തിരിയധികം പിരിവ് കിട്ടുന്നത്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുരുമുളക് ഇങ്ങനെ ആക്കി എടുത്ത് വെച്ചത്. അതുകൊണ്ട് നിങ്ങളിത് കണ്ടുമല്ലോ. ഈ മുളകും കൂടി ഞാൻ കാണിച്ചു തന്നെ കാണിച്ചിട്ടാണ്. കണ്ടില്ലേ? ഇതാണ് പിന്നെ ഇത് കണ്ടുമല്ലോ. എല്ലാവരും ഇതേപോലെ എല്ലാവരും കുറേശ്ശെ ചെയ്തു നോക്കിയാൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ പണിയെടുക്കുന്നതിന് ഒരു കുറവില്ല. അവനവൻ തന്നെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെയുള്ള ബലിയും നമുക്കുണ്ടാകുന്നതായ ഒരു ഊർജവും ഒരു ഉന്മേഷവും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും അവനവൻ്റെ പണികൾ കുറേശ്ശെ നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ സ്വതന്ത്രമായിട്ട് എടുക്കണം. അതാണ് പറയുന്നത്, വേറെ ഒന്നല്ല. അതുകൊണ്ട് ഇത് ഞാൻ അതുകൊണ്ടാണ് ഓരോന്നും കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം അതുപോലെ ചെയ്യണം. എല്ലാവരും ചെയ്യുക, എല്ലാവരും എടുക്കുക. കൃഷി ആരും ഒഴിവാകാതെ കൃഷിയുമല്ലേ കൂടി പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനിത് ഇത്രപ്പുര മുളക് എനിക്കിത് കിട്ടി. ഇത് കണ്ടില്ലേ, ഇതാ ഇത്രപ്പുര മുളക് ഇന്ന് എനിക്ക് ഇന്ന് കിട്ടിയതാണ്. പിന്നെ എന്താ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കിലോന് മേലെ ഉണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ 1 കിലോന് മേലെ കിട്ടും. ഒരു 1.5 കിലോ ഉണ്ടാവും. എങ്ങനെയായാലും ഒരു 1000 ഉറുപ്പിക കളിയില്ല. ഇത് അത്രേ വേണ്ടു. അത്രയും സ്വർണ്ണത്തെക്കാട്ടിയും വിലയാണ് ഇപ്പം കുരുമുളകിന് 650 മറ്റും ഉണ്ട് കുരുമുളകിന്. പിന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നും മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ദുരിതവും ഇല്ലാതെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നന്മ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കും ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ട് ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഞാൻ കൃഷി ഒഴിവാക്കില്ല. ഞാൻ എൻ്റെ ജീവിതം ഈ കൃഷിയിലൂടെ മാത്രം, എൻ്റെ മരിക്കുന്നവരെയുള്ള ജീവിതം കൃഷിയിലൂടെ മാത്രമായിരിക്കും. എനിക്ക് കാല് പൊന്തുന്ന സമയത്തൊത്തിരി ഞാൻ ഈ കൃഷിയിലേക്ക് കൂടി പോകും. അതുകൊണ്ട് അതുപോലെ എനിക്ക് ജീവിക്കാനാവണം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ